ജില്ലയിൽ 6 ആഴ്ചയ്ക്കുള്ളിൽ ചിക്കൻ പോക്സ് പിടിപെട്ടത് 500ഓളം പേർക്കാണ്. ഒരു മരണവും റിപ്പോർട്ട് ചെയ്തു. ചൂട് വർദ്ധിച്ചതാണ് രോഗവ്യാപനത്തിന് കാരണം എന്നാണ് നിഗമനം. ജനുവരി ആദ്യവാരത്തിൽ 57 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തതെങ്കിൽ കഴിഞ്ഞ വാരത്തിൽ 104 ജില്ലയിലെ ഭൂരിഭാഗം പഞ്ചായത്തുകളിലും കോർപ്പറേഷൻ പരിധിയിലും നിരവധി പേർക്കാണ് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. വരന്തരപ്പിള്ളിയിലാണ് ഒരാൾ മരിച്ചത്. പനിയുള്ളവരും മറ്റും ഉടൻ ചികിത്സ തേടണമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പരീക്ഷാകാലമായതിനാൽ കുട്ടികളും മറ്റും ജാഗ്രത പുലർത്തണമെന്നും രോഗമുള്ളവരുമായി ഇടപഴകരുതെന്നുമാണ് മുന്നറിയിപ്പുള്ളത്. 6 ആഴ്ചയ്ക്കുള്ളിലെ കണക്ക് എങ്ങനെയാണ്? ആദ്യ ആഴ്ച 57, രണ്ടാം ആഴ്ച 55, മൂന്നാം ആഴ്ച 77, നാലാം ആഴ്ച 85, അഞ്ചാം ആഴ്ച 80, ആറാം ആഴ്ച 104, ആകെ 458 രോഗബാധിതർ. മരണം 1. എഞ്ചിനീയറിംഗ് കോളേജ് അടച്ചു, ക്ലാസുകൾ ഓൺലൈനിലാക്കി. ചിക്കൻ ബോക്സ് വ്യാപകമായതിനെ തുടർന്ന് രാമവർമ്മപുരം എഞ്ചിനീയറിംഗ് കോളേജാണ് അടച്ചത്. ക്ലാസുകൾ ഓൺലൈനാക്കിയതായി പ്രിൻസിപ്പൽ അറിയിക്കുകയും ചെയ്തിരുന്നു. രോഗവ്യാപനം തടയുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടികൾ കൈക്കൊണ്ടത്. എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങളെന്ന് പരിശോധിക്കാം. ചിക്കൻ ബോക്സ് കുമിളകളിൽ സ്രവങ്ങളിൽ നിന്നും അണുബാധയുള്ളവർ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും മറ്റും തെറിക്കുന്ന കണങ്ങളിലൂടെയും പകരാം. രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നതിന് 10 മുതൽ 21 ദിവസം വരെയാണ് സമയമെടുക്കുക. ശരീരത്തിൽ കുമിളകൾ പൊങ്ങുന്നതിന് 2 ദിവസം മുൻപും കുമിളകൾ ഉണങ്ങി 2 ദിവസം വരെയും അണുബാധ പകരാൻ ഇടയുണ്ട്. പനി, ക്ഷീണം, ശരീരവേദന, തലവേദന, വിശപ്പില്ലായ്മ, ശരീരത്തിൽ കുമിളകൾ എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. മുഖം, ഉദരഭാഗം, നെഞ്ച്, കൈകാലുകൾ എന്നിവിടങ്ങളിൽ തടിപ്പുകളായി തുടങ്ങി വെള്ളം കെട്ടിനിൽക്കുന്ന കുമിളകൾ വരും. 4 മുതൽ 7 ദിവസത്തിനുള്ളിൽ അവ പൊട്ടുകയോ പൊറ്റയാവുകയോ ചെയ്യാം. സ്വയം ചികിത്സ വേണ്ട. ഒറ്റ വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾ, ഗർഭിണികൾ, മുതിർന്ന പൗരന്മാർ, ദീർഘകാലമായി ശ്വാസമുട്ട്, ത്വക്ക് രോഗങ്ങൾ ഉള്ളവർ, പ്രതിരോധശേഷി കുറഞ്ഞവർ എന്നിവർ ഉടൻ ചികിത്സ തേടണം. രോഗബാധിതർക്ക് വായു സഞ്ചാരമുള്ള മുറിയിൽ പരിപൂർണ വിശ്രമം വേണം. ധാരാളം വെള്ളം കുടിക്കണം. പഴവർഗ്ഗങ്ങൾ കഴിക്കണം. മറ്റുള്ളവരുമായി നേരിട്ടുള്ള സമ്പർക്കങ്ങൾ ഒഴിവാക്കണം. രോഗി ഉപയോഗിച്ച വസ്ത്രങ്ങളും മറ്റു വസ്തുക്കളും മറ്റുള്ളവരുമായി പങ്കിടാതെ ബ്ലീച്ചിംഗ് ലായനി ഒഴിച്ച് വൃത്തിയാക്കുകയും വേണം. അതേസമയം ഫെബ്രുവരി പകുതിയായപ്പോഴേക്കും പകൽ ചൂട് കടുത്തു തുടങ്ങി. താപനില ക്രമാതീതമായി കൂടുന്നത് വരുന്നാളുകളിൽ സൂര്യാഘാതവും സൂര്യതാപവും ഉണ്ടാക്കാനുള്ള സാധ്യതയാണ് ഏറുന്നത്. ഈ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് മെയ് 10 വരെ പുറത്തു പണിയെടുക്കുന്നവരുടെ ജോലി സമയത്തിൽ തൊഴിൽ വകുപ്പ് ക്രമീകരണവും കൊണ്ടുവന്നിട്ടുണ്ട്. മുതിർന്ന ആളുകൾക്ക് ചൂടിന്റെ കാര്യത്തിൽ കൂടുതൽ ജാഗ്രത വേണം. നിർജ്ജലീകരണം, ചർമ്മരോഗം, ക്ഷീണം തുടങ്ങി വിവിധ പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ മുതിർന്ന വിഭാഗങ്ങൾ കരുതലോടെ ഈ വേനൽക്കാലത്തെ അതിജീവിക്കേണ്ടതുണ്ട്. ഓരോ ദിവസവും 2.5 ലിറ്റർ വരെ ദ്രാവകം കുടിക്കണം. ഇവ വൈകിട്ട് 6 മുൻപേ കുടിക്കണം. ഏതെങ്കിലും രോഗങ്ങൾക്ക് ദ്രാവക നിയന്ത്രണം ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാലിക്കണം. ചൂടുകാലത്ത് കഞ്ഞിവെള്ളമോ മോരുവെള്ളമോ നാരങ്ങാ വെള്ളമോ ഉപ്പിട്ട് കുടിക്കുന്നതും നല്ലതാണ്. രക്തസമ്മർദ്ദമുള്ളവർ ഇടയ്ക്ക് പരിശോധിച്ചാൽ മതിയാകും. വിറ്റാമിൻ ഡി കിട്ടാനായി ഇളം വെയിൽ തന്നെ കൊള്ളണം. വേനൽ ചൂട് കനക്കുന്നതിനാൽ രാവിലെ 8 മണിക്ക് മുൻപുള്ളതും വൈകിട്ട് 4:30 ശേഷമുള്ളതും കൊള്ളുക. ഉച്ചസമയത്ത് പുറത്തിറങ്ങരുത്. പലതരത്തിലുള്ള ത്വക്ക് രോഗങ്ങൾ ഇതിലൂടെ ഒഴിവാക്കാനാകും. പകൽ നേരിട്ട് സൂര്യരശ്മികൾ ശരീരത്തിൽ പതിക്കുന്നത് ഒഴിവാക്കണം. കുടകളോ മറ്റ് സംവിധാനങ്ങളോ ഉപയോഗിക്കാം. ഇരുചക്രവാഹനം ഉപയോഗിക്കുന്നവർ കയ്യും മുഖവും ഉൾപ്പെടെ മറയ്ക്കാൻ ശ്രദ്ധിക്കുക. ഭക്ഷണത്തിൽ നീര് കൂടുതലുള്ള പഴങ്ങൾ കൂടുതലായി ഉൾപ്പെടുത്തുക. ഓറഞ്ച്, തണ്ണിമത്തൻ തുടങ്ങിയവ. വേനൽച്ചൂട് കാരണം കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവിൽ കുറവുണ്ടാകാം. അതിനാൽ പലതവണകളായി ഭക്ഷണം കഴിക്കുക. പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയവയ്ക്ക് ദൈനംദിന മരുന്നുകൾ മുടക്കാതിരിക്കുക. വെയില് പതിക്കുന്ന ജനലരികിൽ മരുന്നുകൾ സൂക്ഷിക്കാതിരിക്കുക. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.